ബിഷപ്പ് മാണി തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ലെങ് ടോക്സിന്റെ ഇന്നത്തെ ധ്യാനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഹോശിയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കാം. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. എബ്രായ വേദപുസ്തകത്തിന്റെ കാനോൻ അനുസരിച്ച് പ്രവാചക പുസ്തകത്തിലെ ഗണത്തിലാണ് ഹോശിയ പ്രവാചകന്റെ പുസ്തകം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ചെറിയ പ്രവാചകന്മാരിൽ ഉൾപ്പെടുന്ന പുസ്തകമാണ് ഹോശിയ പ്രവാചകന്റെ പുസ്തകം. ഒരർത്ഥത്തിൽ ചെറിയ പ്രവാചകന്മാരിലെ ഏറ്റവും കൂടുതൽ അധ്യായങ്ങളുള്ള ചെറിയ പ്രവാചകരിലെ വലിയ പ്രവാചകനാണ് ഹോശിയ പ്രവാചകൻ. ക്രിസ്തുവിന് മുമ്പ് 8-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടമാണ് ഹോശിയ പ്രവാചകന്റെ കാലഘട്ടം എന്ന് അനുമാനിക്കുന്നു. ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ശലോമോന്റെ കാലഘട്ടത്തിന് ശേഷം വടക്കേ രാജ്യമായ ഇസ്രായേൽ എന്നും തെക്കേ രാജ്യമായ യഹൂദ എന്നും രാജ്യം രണ്ടായി വേർപിരിയുകയുണ്ടായി. ഇതിൽ വടക്കേ രാജ്യമായ ഇസ്രായേൽ ക്രിസ്തുവിന് മുമ്പ് 721-ാമത്തെ വർഷത്തിൽ അസീറിയൻ സാമ്രാജ്യത്താൽ കീഴടക്കപ്പെടുകയുണ്ടായി. ഹോശിയ പ്രവാചകൻ ഇതിന് സാക്ഷ്യം വഹിച്ചു എന്ന് അനുമാനിക്കും. 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ അനുതാപഗീതത്തിന്റെ രൂപത്തിലാണ് നൽകിയിരിക്കുന്നത്. ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം 2 രാജാക്കന്മാർ 16-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളും 2 ദിനവൃത്താന്തം 28-ാം അധ്യായം 5 മുതൽ 23 വരെയും വാക്യങ്ങളിലും പരാമർശിക്കുന്ന സിറിയൻ എഫ്രൈം യുദ്ധമാണ് എന്ന് മനസ്സിലാക്കുന്നു. ക്രിസ്തുവിന് മുമ്പ് 735-ാമത്തെ വർഷത്തിൽ അന്നത്തെ പ്രബല സാമ്രാജ്യമായ അസീറിയ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയായതിനെ തുടർന്ന് അരാം രാജാവായ റസീനും ഇസ്രായേൽ രാജാവായ പേക്കഹും ഒരു കൂട്ടുകെട്ടുണ്ടാക്കുകയും അതിന്റെ ഭാഗമാകുവാൻ യഹൂദ രാജാവായ ആഹാസ് വിസമ്മതിച്ചതിനെ തുടർന്ന് യെരുശലേമിനെ ആക്രമിക്കുകയും ചെയ്തു. തുടർന്ന് ആഹാസ് അസീറിയൻ രാജാവായ തിഗ്ലത്ത് പിൽനേസറിന്റെ സഹായം അഭ്യർത്ഥിക്കുകയുണ്ടായി. ഇതേ തുടർന്ന് അസീറിയ അരാമിനെയും ഇസ്രായേലിനെയും ആക്രമിച്ച് ഒരു വലിയ പ്രദേശം തങ്ങളുടെ പ്രവിശ്യകളാക്കി തീർത്തു. അതോടൊപ്പം തന്നെ ഒരു വലിയ വിഭാഗം ജനത്തെ തങ്ങൾ കീഴടക്കിയ മറ്റു സ്ഥലങ്ങളിലേക്ക് നാടുകടത്തുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നാം ഈ വേദഭാഗത്തെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ഇവിടെ അറിയുക എന്നുള്ളതിന് നൽകിയിരിക്കുന്ന എബ്രായ ക്രിയാപദം യാദ എന്നുള്ള പദമാണ്. ഇന്റലക്ച്വൽ നോളജ്, ബുദ്ധിപരമായ അറിവ്. ഫെമിലിയാരിറ്റി വിത്ത് സമ്മൺ, പേഴ്സണൽ നോളജ്, ഒരു വ്യക്തിയെ അടുത്തറിയുക. എക്സ്പീരിയൻഷ്യൽ നോളജ്, ഒരു പ്രത്യേക സംഭവത്തിന്റെ ഭാഗമാകുന്നതിലൂടെ ലഭിക്കുന്ന അറിവ് എന്നെല്ലാം ഈ വാക്കിന് അർത്ഥതലങ്ങൾ ഉണ്ടെങ്കിലും ഡീപ് കണക്ഷൻ, ഡീപ് നോളജ്, വിശദമായ അറിവ്, ഗാഢമായ ബന്ധം എന്നീ അർത്ഥത്തിലാണ് പ്രസ്തുത വേദഭാഗത്തിൽ ഈ വാക്ക് നൽകിയിരിക്കുന്നത്. ഇസ്രായേലിന് ദൈവത്തോടുള്ള ബന്ധത്തിൽ നഷ്ടപ്പെട്ടു പോയ ഗാഠതയെ ഇത് ഓർമ്മിപ്പിക്കുന്നു. Lent is a time to know God, rebuilding a deep connection with our Savior. ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള തകർച്ച രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതെയാക്കുന്നതിനെ കുറിച്ച് നാം മനസ്സിലാക്കി. ദൈവഹിതം അറിയാതെ അരാമിനോട് ചേർന്ന് സ്വന്തം സഹോദരങ്ങളെ തന്നെ ആക്രമിക്കുന്നതിലേക്ക് ഇസ്രായേൽ തിരിയുമ്പോൾ അത് പിന്നീട് രാജ്യത്തിന്റെ അസ്തമനത്തിന് തന്നെ മുഖാന്തിരമാകും. ഇതിന്റെ മുന്നറിയിപ്പാണ് പ്രവാചകൻ ഈ വാക്കുകളിലൂടെ നൽകുന്നത്. ഇസ്രായേലിന്റെ ഈ ചരിത്രം നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബജീവിതത്തിലും സാമൂഹിക ബന്ധത്തിലും വളരെ പ്രസക്തമാണ്. ഒരുപക്ഷെ നാം ഇന്ന് ബന്ധങ്ങളിൽ അഭിമുഖീകരിക്കുന്ന ചില പരാജയങ്ങളുടെ മൂലകാരണം നമ്മുടെ ഉടയവനോടുള്ള ബന്ധത്തിൽ വന്ന തകർച്ചയാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ദൈവിക ബന്ധത്തിലുണ്ടാകുന്ന വിള്ളലിന്റെ പ്രതിഫലനം നമ്മുടെ ജീവിതത്തെ ആകമാനം ബാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയുന്നില്ല. Let us strive to know God. ദൈവിക ബന്ധത്തിൽ സമ്പന്നരാകാൻ, ദൈവിക അറിവിൽ വളരാൻ ഈ നോമ്പിന്റെ ദിനങ്ങൾ മുഖാന്തിരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സമസൃഷ്ടങ്ങളോടുള്ള ബന്ധങ്ങളുടെ യഥാസ്ഥാപനത്തിന്റെ ദിനങ്ങളായി ഈ നോമ്പിന്റെ ദിനങ്ങൾ രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ നോമ്പിന്റെ ദിനങ്ങൾ അങ്ങയെക്കുറിച്ചുള്ള അറിവിലും അങ്ങയോടുള്ള ബന്ധത്തിലും വളരുവാൻ, അതോടൊപ്പം തന്നെ സമസൃഷ്ടങ്ങളോടും ഗാഠമായ ബന്ധം പുലർത്തുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.
ആമേൻ.